1945 ഡിസംബർ 5, സമയം ഉച്ചതിരിഞ്ഞ് 2:10. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ഫോർട്ട് ലോഡർഡെയിൽ നാവികത്താവളത്തിൽ നിന്നും 5 ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നുയരുന്നു. ഫ്ലൈറ്റ് 19 എന്നായിരുന്നു ആ പരിശീലന പറക്കലിന്റെ പേര്. പരിചയസമ്പന്നനായ ഒരു ലഫ്റ്റനന്റും 13 ട്രെയിനുകളുമായിരുന്നു ആ 5 വിമാനങ്ങളിലായി ഉണ്ടായിരുന്നത്. കാലാവസ്ഥ വളരെ ശാന്തമായിരുന്നു. എന്നാൽ പറന്നുയർന്ന് കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിലേക്ക് ആ വിമാനങ്ങളിൽ നിന്നും പരിഭ്രാന്തി നിറഞ്ഞ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു, ഞങ്ങൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല, കോമ്പസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല, കടലിന് വല്ലാത്തൊരു രൂപമാണ്, വെള്ളത്തിന് പച്ച നിറമാണ്. ആ ശബ്ദം അവിടെ മുറിഞ്ഞു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ 13 ജീവനക്കാരുമായി ഒരു കൂറ്റൻ PBM മറൈനർ രക്ഷാവിമാനം നാവികസേന ഉടൻ തന്നെ ആകാശത്തേക്ക് അയച്ചു. എന്നാൽ ലോകത്തെ ഒന്നാകെ നടുക്കിക്കൊണ്ട് ആ രക്ഷാവിമാനവും ആകാശത്ത് വെച്ച് തന്നെ അപ്രത്യക്ഷമായി. 5 യുദ്ധവിമാനങ്ങളും ഒരു രക്ഷാവിമാനവും അതിലുണ്ടായിരുന്ന 27 മനുഷ്യരും ഒരു തരിമ്പ് പോലും തെളിവ് ബാക്കി വെക്കാതെ ഈ ഭൂമുഖത്തു നിന്നും തന്നെ മാഞ്ഞുപോയി. അവരുടെ ഒരു അസ്ഥി കഷ്ണമോ വിമാനത്തിന്റെ ഒരു ചെറിയ ലോഹ കഷ്ണമോ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെ, അവിടെയാണ് ആ ഭയപ്പെടുത്തുന്ന ഇതിഹാസം ജനിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ആ അദൃശ്യനായ കൊലയാളി, സാക്ഷാൽ ബർമുഡ ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ത്രികോണം. അന്യഗ്രഹ ജീവികളാണോ അതോ കടലിനടിയിലെ വലിയ രാക്ഷസന്മാരാണോ ഈ കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്നത്? സത്യം എന്താണ്? നൂറ്റാണ്ടുകളായി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതകളും 2026 വരെയുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. സോ വെൽക്കം ബാക്ക് ടു ട്രീ ഷേഡ് സ്റ്റോറീസ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബർമുഡ ട്രയാങ്കിൾ? എവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള മിയാമി, പ്യൂർട്ടോറിക്കയിലെ സാൻ ഹുവാൻ, പിന്നെ ബർമുഡ ദ്വീപ്. ഈ 3 സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണം വരച്ചാൽ അതിനുള്ളിൽ വരുന്ന അതിവിശാലമായ കടൽ പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട് ഈ പ്രദേശത്തിന്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പകുതിയോളം വലിപ്പം വരുന്ന ഒരു വലിയ കടൽ പ്രദേശം. ഈ ഭാഗത്തു കൂടി പോകുന്ന കപ്പലുകളും വിമാനങ്ങളും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു എന്നതാണ് കാലങ്ങളായുള്ള വിശ്വാസം. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള കഥകൾക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പഴക്കമല്ല ഉള്ളത്. അമേരിക്ക കണ്ടുപിടിച്ച സാക്ഷാൽ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാലം തൊട്ടേ ഈ ദുരൂഹതകളുണ്ട്. 1492 കൊളംബസ് തന്റെ ആദ്യത്തെ അമേരിക്കൻ യാത്ര നടത്തുന്ന സമയത്ത് ഈ പ്രദേശത്ത് കൂടി കടന്നു പോയിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ ഒരു കാര്യം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ കടൽ പ്രദേശത്തെത്തിയപ്പോൾ വടക്ക് ദിശ കാണിക്കേണ്ട തന്റെ വടക്ക് നോക്കി യന്ത്രം അഥവാ കോമ്പസ് തെറ്റായ ദിശകളിലേക്ക് ഭ്രാന്തമായി തിരിയാൻ തുടങ്ങി. മാത്രമല്ല, ആകാശത്തു നിന്നും ഒരു വലിയ തീഗോളം കടലിലേക്ക് പതിക്കുന്നത് താൻ കണ്ടുവെന്നും അദ്ദേഹം തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് ആകാശത്തു നിന്നും വീണ ഒരു ഉൽക്കയാകാം. എങ്കിലും ആ കടലിന്റെ നിഗൂഢതകൾ അവിടെ തുടങ്ങുകയായിരുന്നു. പിന്നീട് ലോകം കണ്ടത് അവിശ്വസനീയമായ ഒരു കൂട്ടം തിരോധാനങ്ങളാണ്. 1918 അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് എന്ന കൂറ്റൻ കപ്പൽ 306 യാത്രക്കാരുമായി ഈ ഭാഗത്ത് വെച്ച് യാതൊരു സൂചനയുമില്ലാതെ അപ്രത്യക്ഷമായി. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംഭവം അതായിരുന്നു. പിന്നീട് 1941 അതിന്റെ സഹോദര കപ്പലുകളായ പ്രോട്ടിയസ്, നേറിയസ് എന്നിവയും കാണാതായി. 1963 SS മറൈൻ സൾഫർ ക്വീൻ എന്ന ടാങ്കർ കപ്പലും ഈ ത്രികോണത്തിൽപ്പെട്ട് ഇല്ലാതായി. വിമാനങ്ങളുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫ്ലൈറ്റ് 19ന്റെ തിരോധാനത്തിന് ശേഷം പാസഞ്ചർ വിമാനങ്ങൾ ഉൾപ്പെടെ അനേകം വിമാനങ്ങൾ ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. ഇതോടെ കഥകൾ പല വഴിക്ക് പറക്കാൻ തുടങ്ങി. ഈ കടലിനടിയിൽ അന്യഗ്രഹ ജീവികളുടെ ഒരു വലിയ താവളമുണ്ടെന്നും
അവരാണ് കപ്പലുകളെയും വിമാനങ്ങളെയും തട്ടിക്കൊണ്ടുപോകുന്നതെന്നും ചിലർ വിശ്വസിച്ചു. വേറെ ചിലർ പറഞ്ഞത് കടലിനടിയിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ് എന്ന സാങ്കല്പിക നഗരത്തിലെ വലിയ ഊർജ കേന്ദ്രങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കോമ്പസുകൾ പ്രവർത്തിക്കാത്തതെന്നാണ്. എന്നാൽ ഈ കഥകൾക്കൊക്കെ ആക്കം കൂട്ടിക്കൊണ്ട് 1970 ഒരു സംഭവം നടന്നു. ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളിൽ നിന്നും ജീവനോടെ തിരികെ വന്ന ഒരേ ഒരു വ്യക്തിയെന്ന് അവകാശപ്പെടുന്ന ബ്രൂസ് ഗെർണോൺ എന്ന പൈലറ്റിന്റെ അനുഭവമായിരുന്നു അത്. 1970 ഡിസംബർ 4 ബ്രൂസ് ഗെർണോൺ തന്റെ പിതാവിനൊപ്പം ഒരു ചെറിയ വിമാനത്തിൽ ബഹമാസിൽ നിന്ന് മിയാമിയിലേക്ക് പറക്കുകയായിരുന്നു. യാത്രക്കിടയിൽ വളരെ വിചിത്രമായ ഒരു പ്രതിഭാസത്തിൽ അവർ അകപ്പെട്ടു. ഒരു നീല നിറത്തിലുള്ള മൂടൽ മഞ്ഞ് അവരുടെ വിമാനത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് മേഘങ്ങൾ ഒരു വലിയ തുരങ്കം പോലെയായി മാറി. അവരുടെ വിമാനം ആ തുരങ്കത്തിനുള്ളിലേക്ക് കയറി. ആ സമയത്ത് വിമാനത്തിലെ കോമ്പസും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൂർണ്ണമായും തകരാറിലായി. എന്നാൽ ആ തുരങ്കത്തിലൂടെ പറന്ന് അവർ പുറത്തെത്തിയപ്പോൾ അവർ കണ്ടത് മിയാമി നഗരമാണ്. സാധാരണയായി 45 മിനിറ്റിലധികം എടുക്കേണ്ട ആ യാത്ര വെറും 10 മിനിറ്റുകൾ കൊണ്ടാണ് അവർ പൂർത്തിയാക്കിയത്. താൻ ഒരു ഇലക്ട്രോണിക് ഫോഗിൽ അകപ്പെട്ടുവെന്നും അതൊരു ടൈം ട്രാവൽ അഥവാ സമയയാത്രയായിരുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചത്. ദ ഫോഗ് എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇത് വിശദമായി എഴുതിയിട്ടുമുണ്ട്. എന്നാൽ ശാസ്ത്രത്തിന് ഈ കെട്ടുകഥകളിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കപ്പലുകൾ ഒരു എണ്ണപ്പാട പോലും അവശേഷിപ്പിക്കാതെ മുങ്ങിപ്പോകുന്നത്? ശാസ്ത്രജ്ഞർ ഇതിന് പ്രധാനമായും 2-3 കാരണങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീഥേൻ ഹൈഡ്രേറ്റ്സ് തിയറി. ബർമുഡ ട്രയാങ്കിളിന്റെ കടൽത്തറയിൽ വലിയ തോതിൽ മീഥേൻ വാതകം ഖരരൂപത്തിൽ ഉറഞ്ഞു കിടപ്പുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭൂകമ്പങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ ഈ വാതകം വലിയ കുമിളകളായി സമുദ്ര ഉപരിതലത്തിലേക്ക് അതിവേഗം കുതിച്ചുയരും. ഈ വാതക കുമിളകൾ വെള്ളവുമായി ചേരുമ്പോൾ ഈ ഭാഗത്തെ ജലത്തിന്റെ സാന്ദ്രത കുത്തനെ കുറയും. ആ സമയം ആ ഭാഗത്തു കൂടി പോകുന്ന എത്ര വലിയ കപ്പലായാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയാതെ പെട്ടെന്ന് ഒരു കല്ല് താഴേക്ക് പതിക്കുന്നത് പോലെ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകും. അവർക്ക് അപായ സന്ദേശം അയക്കാൻ പോലും സമയം ലഭിക്കില്ല. രണ്ടാമത്തെ ശാസ്ത്രീയ കാരണം കാലാവസ്ഥയാണ്. ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ ഒരു വലിയ പഠനം 2016 യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ശാസ്ത്രജ്ഞർ പുറത്തുവിടുകയുണ്ടായി. അവർ ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നിരീക്ഷിച്ചു. അപ്പോൾ അവർ കണ്ടത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അവിടുത്തെ മേഘക്കൂട്ടങ്ങൾക്ക് ഷഡ്ഭുജാകൃതിയായിരുന്നു. സാധാരണയായി മേഘങ്ങൾക്ക് കൃത്യമായ ആകൃതികൾ ഉണ്ടാകില്ല. എന്നാൽ ഈ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങൾ വെറും മേഘങ്ങളല്ല, മറിച്ച് വലിയ എയർ ബോംബുകളാണ്. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ ഏകദേശം 270 കിലോമീറ്റർ വേഗതയുള്ള അതിശക്തമായ വായു സമുദ്രത്തിലേക്ക് പുറന്തള്ളാൻ കഴിയും. ഹറിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ ഭയാനകമായ കാറ്റ് കടലിൽ വന്നിടിക്കുമ്പോൾ അവിടെ 45 അടി വരെ ഉയരമുള്ള ഭീമൻ തിരമാലകൾ അഥവാ റോക്ക് വേവ്സ് സൃഷ്ടിക്കപ്പെടുന്നു. ഈ കാറ്റിന്റെയും 45 അടി ഉയരമുള്ള കൂറ്റൻ തിരമാലകളുടെയും ഉള്ളിൽപ്പെടുന്ന ഒരു വിമാനത്തിനോ കപ്പലിനോ ഒരു തരത്തിലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവ തകർന്നടിയും. ഇനി വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഗൾഫ് സ്ട്രീം എന്ന അതിശക്തമായ സമുദ്രജല പ്രവാഹമാണ്. ബർമുഡ ട്രയാങ്കിളിലൂടെ കടന്നു പോകുന്ന മെക്സിക്കൻ ഉൾക്കടലിൽ നിന്ന് വരുന്ന ചൂടുള്ള ഈ ജലപ്രവാഹം ഒരു വലിയ നദി ഒഴുകുന്നത് പോലെയാണ് കടലിലൂടെ നീങ്ങുന്നത്. ഇതിന് വലിയ വേഗതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കപ്പലോ വിമാനമോ അവിടെ തകർന്നു വീണാൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഈ ഗൾഫ് സ്ട്രീം വളരെ വേഗത്തിൽ അവിടെ നിന്നും 100 കണക്കിന് കിലോമീറ്ററുകൾ അകലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് അപകടം നടന്ന സ്ഥലത്ത് തിരഞ്ഞാൽ ഒന്നും ലഭിക്കാത്തത്. കൂടാതെ കോമ്പസ് വർക്ക് ചെയ്യാത്തതിന് കാരണവുമുണ്ട്. ഭൂമിയിലെ കാന്തിക ഉത്തരധ്രുവവും യഥാർത്ഥ ഉത്തരധ്രുവവും ഒന്നാകുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. അതുകൊണ്ട് അവിടെ കോമ്പസുകളിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പഴയ കാലത്തെ പൈലറ്റുമാർക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലൈറ്റ് 19ന്റെ പൈലറ്റ് ഒരു വലിയ കുടിയനായിരുന്നുവെന്നും അദ്ദേഹത്തിന് അന്ന് വഴിതെറ്റിയത് ഇത്തരം ഒരു അബദ്ധം കൊണ്ടാണെന്നും പിന്നീട് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഇനി 2026 ജീവിക്കുന്ന നമ്മൾ ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ ലണ്ടനിലെ ലോയിഡ്സ് ബർമുഡ ട്രയാങ്കിളിലൂടെ പോകുന്ന കപ്പലുകൾക്ക് യാതൊരുവിധ അധിക പ്രീമിയവും ഈടാക്കുന്നില്ല.
അമേരിക്കൻ കോസ്റ്റ് ഗാർഡോ സമുദ്ര ഗവേഷണ ഏജൻസിയായ നോവയോ ബർമുഡ ട്രയാങ്കിൾ എന്നൊരു അപകട മേഖല ഉള്ളതായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും യാത്ര ചെയ്യുന്ന ഒരു തിരക്കേറിയ റൂട്ടാണിത്. ഒരു ദിവസം ആയിരക്കണക്കിന് കപ്പലുകളും വിമാനങ്ങളും യാതൊരു കുഴപ്പവുമില്ലാതെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തെ മറ്റ് സമുദ്രഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അതേ ശതമാനം അപകടങ്ങൾ മാത്രമേ ഇവിടെയും നടക്കുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ കഥകളൊക്കെ നമ്മൾ കേട്ടത്? 1960കളിലും 70കളിലും ചില എഴുത്തുകാർ, പ്രത്യേകിച്ച് ചാൾസ് ബെർലിറ്റ്സിനെ പോലെയുള്ളവർ, തങ്ങളുടെ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കുറച്ച് അമാനുഷികത കലർത്തിയ കെട്ടുകഥകൾ മാത്രമായിരുന്നു ബർമുഡ ട്രയാങ്കിളിലെ ഈ അന്യഗ്രഹ ജീവികളും അറ്റ്ലാന്റിസും ഒക്കെ. മനുഷ്യൻ എപ്പോഴും സയൻസിനേക്കാൾ ഇഷ്ടം ഇത്തരം നിഗൂഢമായ കഥകൾ കേൾക്കാനാണല്ലോ. ആ മനുഷ്യന്റെ ആകാംക്ഷയെ അവർ വളരെ ബുദ്ധിപരമായി വിറ്റുകാശാക്കി എന്നതാണ് സത്യം. എല്ലാ ശാസ്ത്രീയ വിശദീകരണങ്ങൾക്കും അപ്പുറം പ്രകൃതിക്ക് നമ്മൾ മനുഷ്യർക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മ എന്തായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ സത്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് us.